കേൾക്കാം. മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും കാശി പോകുന്ന കഥയൊക്കെ ഉണ്ട് കൂട്ടുകാരെ. മണ്ണാങ്കട്ടയും കരിയിലയും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാശിക്ക് പോകാൻ തീരുമാനിച്ചു. രണ്ടാളും കാശിയെപ്പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഒറ്റയ്ക്ക് പോകാൻ ഭയമായതുകൊണ്ട് ശ്രമിച്ചിട്ടുമില്ല. കാശി പുണ്യസ്ഥലമല്ലേ. എന്തായാലും രണ്ടു കൂട്ടുകാരും യാത്ര പുറപ്പെട്ടു. ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിച്ച് കഥകൾ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഒരു അടിപൊളി യാത്ര. കുറേ ദിവസം അങ്ങനെ യാത്ര ചെയ്ത് സന്തോഷമായി കടന്നുപോയി. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. കാറ്റ് നമ്മുടെ കരിയിലയെ ഇങ്ങോട്ടില്ലാതെ പറ്റിക്കളയും. എന്താ ചെയ്യാ? നമുക്ക് നോക്കാം. കാറ്റിന്റെ ശക്തി കൂടാൻ തുടങ്ങിയതും കരിയില കിടുകിടേ വിറയ്ക്കാൻ തുടങ്ങി. ഇനി രക്ഷയില്ല. എങ്ങോട്ടെന്നില്ലാതെ കരിയിലയെ കാറ്റ് പറത്തിക്കളയും. പക്ഷെ മണ്ണാങ്കട്ട കരിയിലയുടെ രക്ഷയ്ക്കെത്തി. മണ്ണാങ്കട്ട വേഗം കരിയിലയുടെ മുകളിൽ കയറി ഇരുന്നു. കാറ്റ് നിന്നപ്പോൾ രണ്ടുപേരും വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഇത്തവണ മണ്ണാങ്കട്ടയാണ് പേടിച്ചത്. മഴ പെയ്താൽ എന്താണ്ടാവുക കൂട്ടുകാരെ? മണ്ണാങ്കട്ട അറിഞ്ഞു പോകില്ലേ? പക്ഷേ മണ്ണാങ്കട്ട അറിഞ്ഞു പോയില്ല. എന്താ കാരണം? കണ്ടു നോക്കൂ. കരിയില എന്ത് ചെയ്തെന്നോ? ഉടനെ മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറി ഒരു കുട പോലെ ഇരിപ്പായി. അങ്ങനെ മണ്ണാങ്കട്ട രക്ഷപ്പെട്ടു. മഴ തോർന്നപ്പോൾ വീണ്ടും അവർ യാത്ര തുടങ്ങി. പിന്നെയും കുറേ ദൂരം ആടിപ്പാടി രസിച്ച് അവർ യാത്ര തുടർന്നു. പെട്ടെന്നാണ് കാറ്റ് വീശാൻ തുടങ്ങിയത്. കാറ്റ് ശക്തി ആർജിച്ചതോടെ മഴയും ഒപ്പമെത്തി. കാറ്റ് വന്നപ്പോ മണ്ണാങ്കട്ട കരിയിലയെ രക്ഷിച്ചു. മഴ വന്നപ്പോ കരിയില മണ്ണാങ്കട്ടയും രക്ഷിച്ചു. ഇത്തവണ മഴയും കാറ്റും ഒന്നിച്ചു വന്നു. എന്താ ചെയ്യാ? ഇപ്രാവശ്യം കൂട്ടുകാർക്ക് പരസ്പരം സഹായിക്കാൻ പറ്റിയില്ല. പാവം കരിയില കാറ്റത്ത് എങ്ങോട്ടോ പറന്നുപോയി. മണ്ണാങ്കട്ടയാകട്ടെ മഴയത്ത് അലിഞ്ഞ് ഇല്ലാതായി. പാവം മണ്ണാങ്കട്ടയും കരിയിലയല്ലേ. കൂട്ടുകാരിക്ക് വിഷമമായോ? നമുക്ക് കഥയൊന്ന് മാറ്റിയാലോ? കണ്ടു നോക്കൂ. കാറ്റും മഴയും ഒപ്പമെത്തിയപ്പോൾ കൂട്ടുകാർക്ക് പരസ്പരം രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പാവം കരിയില കാറ്റത്ത് പറക്കാൻ തുടങ്ങി. മണ്ണാങ്കട്ടയാകട്ടെ അലിയാനും തുടങ്ങി. കൂട്ടുകാരുടെ പരസ്പര സ്നേഹവും കരുതലും കണ്ടുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു ചെടി അവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു. മണ്ണാങ്കട്ടയെ തൻ്റെ ഇലയുടെ അടിയിലിരുത്തി. കരിയിലയെ തൻ്റെ വേരുകൾ മെല്ലെ ഉയർത്തി മുറുകെ പിടിച്ചു. കാറ്റും മഴയും നിന്നപ്പോൾ മണ്ണാങ്കട്ടയും കരിയിലയും കുഞ്ഞു ചെടിക്ക് നന്ദി പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. കൂട്ടുകാരെ, മണ്ണാങ്കട്ടയും കരിയിലയും കാശിന് പോകുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ?